SKN വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിനും പാകിസ്ഥാനെ തുറന്നുകാട്ടുന്നതിനുമായി സർവകക്ഷി സംഘത്തെ അയക്കുന്നതിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. പക്ഷേ സംഘം ഈ മാസം 23-ന് തിരിച്ചേക്കും എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ ഭീകരത വളർത്തുന്ന രാജ്യമാണ്. എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി വന്നു? ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പഹൽഗാം ഭീകരാക്രമണമാണ് ഈ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് വഴിയൊരുക്കിയത്. ഇത്തരം ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ തുടർന്നും പ്രത്യാക്രമണം ശക്തമായി തന്നെ ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഇന്ത്യൻ പ്രതിനിധി സംഘം ലോകരാഷ്ട്രങ്ങളെ ധരിപ്പിക്കാൻ ശ്രമിക്കുക. ലോകരാജ്യങ്ങളുടെ തന്നെ പല പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയും തലസ്ഥാനങ്ങൾ സന്ദർശിക്കുക, അവിടുത്തെ സർക്കാരുകളുമായി ഇക്കാര്യം ചർച്ച ചെയ്യുക, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്യുക, അവിടുത്തെ പ്രധാന മാധ്യമങ്ങളെ കാണുക. ഇതൊക്കെ ഈ സംഘത്തിൻ്റെ ലക്ഷ്യമാണ്. സംഘത്തെ ആരു നയിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പക്ഷേ ജമ്മു കശ്മീർ ആസാദ് പാർട്ടിയുടെ നേതാവ് ഗുലാം നബി ആസാദും ഓൾ ഇന്ത്യ മുസ്ലിമൻ ഇത്തിഹാദെ മുസ്ലിമൻ പാർട്ടിയുടെ നേതാവ് അസദുദ്ദീൻ ഒവൈസിയും ഈ സംഘത്തിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പക്ഷേ അന്തിമ സ്ഥിരീകരണമായിട്ടില്ല. കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിലൊരു അന്തിമ സ്ഥിരീകരണം നൽകേണ്ടത്.